ഹായ് നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതായത് നമ്മളുടെ കേരളത്തിലെ തോടുകളുടെ ദുരവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിഴിഞ്ഞം സൈഡിലോട്ട് യാത്ര ചെയ്യുകയുണ്ടായി. അപ്പോൾ അവിടെ കണ്ട ഒരു അവസ്ഥയാണ്, ഇത്രയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ ഒരു പോയിന്റിൽ അവിടുത്തെ തോടുകൾ അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര വിഷമമായിപ്പോയി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, എത്രയും മാക്സിമം അധികൃതരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു ഫണ്ട് തന്നെ രൂപവൽക്കരിക്കുക ബഡ്ജറ്റിന് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ മാലിന്യങ്ങളും തോടുകളും എല്ലാം നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തി നമുക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു മേഖലയാണ് നമ്മുടെ ഈ കൊല്ലത്ത് മനോരമ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ആ ബ്രിഡ്ജ്. അവിടെ 7 മണിക്ക് ശേഷം തെരുവ് വിളക്കുകൾ കത്തത്തേയില്ല. അപ്പോൾ ഞാൻ അതിലേക്കൂടെ നടന്നു വരുന്നത് കൊണ്ടും എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആരോടാണ് സംസാരിക്കേണ്ടത്, ആരോടാണ് പറയേണ്ടത്? ഞാനും ഇതിനെപ്പറ്റി ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് അതായത് ഞാനും ഇനി എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഞങ്ങളൊരു ക്യാമ്പയിനിങ് പോലെ പ്രോഗ്രാം തുടങ്ങാൻ മനസ്സിലുണ്ട്, ഒരു സോഷ്യൽ ക്യാമ്പയിനിങ്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് നമ്മൾ പോകുന്ന ഇടത്ത് എന്തൊക്കെ ലാഗിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കും ചേരാം. ഇതിനകത്ത് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നില്ല. നമ്മൾക്ക് ആകപ്പാട് ഒരു ഫോണുണ്ട്, ക്യാമറ വീഡിയോ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാകും. നമുക്ക് ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാം, അതല്ല നെഗറ്റീവായിട്ടുള്ള ലാക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ചെറിയൊരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള ദുരവസ്ഥകൾ, അതായത് ഇപ്പോൾ ഡിലാപ്പിറ്റേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സുകളുണ്ട്. ചില ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലാൻഡ് സർവേ ഒക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ലാൻഡൊക്കെ പാഴായി പോവുകയാണ്. അവിടെ ചെളിയും കുണ്ടും ഗാർബേജും അങ്ങനെയുള്ള സ്റ്റിങ്കി ആയിട്ടുള്ള സാധനങ്ങൾ നിറഞ്ഞ് ഈവൻ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പോലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ അധികൃതരോട് ശ്രദ്ധയിൽപ്പെടുത്തുക. ഈ ഒരു ലൈറ്റിംഗ് സൗകര്യം നമ്മൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പട്ടത്താനത്ത് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൗൺസിലേഴ്സിനോട് സംസാരിക്കുക. ഞാനും സംസാരിക്കുന്നുണ്ട്. ഞാനും ഇതിൻ്റെ ഈവൻ MLA തലത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. കാരണം നമ്മൾ ആരോടാണ് ഇതെല്ലാം ഷെയർ ചെയ്യേണ്ടത്? നമുക്കൊരു പോർട്ടലില്ല, നമുക്കൊരു ഗ്രീവൻസ് പോർട്ടൽ നമുക്കുണ്ടോ? എനിക്കത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ലിങ്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും നല്ല സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.